നടുക്ക് നടന്ന ഒരു സംഭവത്തിന് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ ആർക്കാണ് ശരിക്കും നീതി കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ കൺസേണും ചോദ്യവും. പേടിപ്പെടുത്തുന്ന ഒന്നാണത്. DGP ഓഫീസിൽ പോയി, എല്ലായിടത്തും പോയി. അവരവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് രാത്രി സമയമാണ്, നമുക്ക് വിഷ്വലിൽ ക്ലാരിറ്റി ഇല്ല, നമ്പർ പ്ലേറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ചോദ്യം, ശരിക്കും ഒരാളെ ഇത്രയും മധ്യഭാഗത്ത് ഇത്രയും ക്യാമറകളുടെ നടുക്ക് ഇടിച്ചിട്ടിട്ട് പോയാൽ അതിന് പോലും തെളിവില്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഒരാളെ കൊന്നിട്ടാലും ഇവിടുത്തെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ദിവസം കഴിഞ്ഞിട്ടാണ് FIR ഇട്ടത്. അതും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പുറകെ പോയിട്ട് ഒരു സിംഗിൾ വിഷ്വൽ മാത്രമാണ് ഞങ്ങളെ കാണിച്ചിരിക്കുന്നത്. ആ വിഷ്വലിൽ നമ്പർ പ്ലേറ്റ് ക്ലിയർ അല്ല, കാർ ഏതാണെന്ന് നമുക്ക് വളരെ വൈൽഡായിട്ട് ഗസ് ചെയ്താൽ പോലും മനസ്സിലാത്ത രീതിയിലാണ് ആ കാറിൻ്റെ വിഷ്വൽ ഇടുന്നത്. കേസ് എടുക്കാനോ FIR രജിസ്റ്റർ ചെയ്യാനോ വിഷ്വൽ ചെക്ക് ചെയ്യാനോ ഇവർക്ക് താല്പര്യമില്ല. എനിക്ക് നീതി വേണം. 2 മാസമായി ഇതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ പ്രധാന മധ്യഭാഗമായ പാളയത്താണ്. പാളയത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടടുത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ട്, നിയമസഭാ മന്ദിരമുണ്ട്, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമുണ്ട്, നിരവധി പ്രമുഖരടക്കം യാത്ര ചെയ്യുന്ന ഒരു വീതിയാണ്. ഈ വീതിയിൽ ഇപ്പോൾ ക്യാമറ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? ശരിക്കും പറഞ്ഞാൽ 2 മാസം, ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു അപകടമുണ്ടായി ഇവിടെ തലസ്ഥാനത്ത്. ഈ പാളയത്തിൻ്റെ മെയിൻ റോഡിന് നടുക്ക് വെച്ച് ഒരു ബൈക്ക് യാത്രക്കാരിക്ക് നേരെ ഒരു കാറ് ഇടിച്ചു കയറിയതാണ്. ഇടിച്ചു കയറിയതിന് ശേഷം ഇവിടെ നിന്നും കാറ് രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം അത് എന്താണ് ഈ അപകടത്തിന് സംഭവിച്ചതെന്നോ ആരാണ് ഈ അപകടത്തിന് പിന്നിലെന്നോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ആ ഭാഗത്ത് വെച്ച് ഇവിടെ ആ വാഹനം ഇടിച്ച് വലിയ പരിക്കുകളേറ്റ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കരകയറി പുറത്തേക്ക് വന്ന ഒരു ഇര എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും ഈ തിരുവനന്തപുരത്ത് ഈ സെൻട്രൽ വെച്ച് ആ ഒരു വണ്ടി കാർ ഇടിച്ചിട്ട് പോയി. ശരിക്കും ആ സംഭവം എന്താണെന്ന് 29-ാം തീയതി രാത്രി ഒരു 11:42-43 സമയം ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു. പാളയത്ത് നിന്ന് ഒരു കാറ് MLA ഹോസ്റ്റലിൻ്റെ ആ 1 വേ റോഡ് ഉണ്ടല്ലോ, അതുവഴി കയറി വന്ന് ഒതുങ്ങിപ്പോയി എന്നെ ഇടിച്ചിട്ട് ഹിറ്റ് ആൻഡ് റൺ ആണ്. ലിറ്ററലി ഓടിപ്പോവാണ് ചെയ്തത് വണ്ടി. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വന്ന് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. 30-ാം തീയതി എനിക്ക് സർജറി കഴിഞ്ഞു. 29-നാണ് സംഭവം നടക്കുന്നത്. എൻ്റെ 2 എല്ലുകൾ പൊട്ടി. എൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ വിശ്വാസം ഇത് സിറ്റിയുടെ മധ്യഭാഗത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഉടനെ എന്നെ പോലീസ് ആളെ പിടിക്കും എന്നുള്ളതാണ്. 1-ാം തീയതിയാണ് അനിയൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്. 5 മണിക്കൂറാണ് മ്യൂസിയം സ്റ്റേഷനിൽ അവനെ അവിടെ പിടിച്ച് നിർത്തിയിരുന്നത്. ഇവർ തിരക്കൊന്നും ഉണ്ടായിട്ടല്ല, അവർക്ക് കേസ് എടുക്കാൻ വയ്യ. അതുപോലെ 2-ാം തീയതി വീണ്ടും ചെന്നപ്പോൾ കൊടുത്തിരുന്ന ആ ഒരു പരാതി കടലാസ് കാണാനില്ല. വീണ്ടും 1 പരാതി രജിസ്റ്റർ ചെയ്തു. ഒരാഴ്ച ഞാൻ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ്. എനിക്കിവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ കയറി ഇറങ്ങുവാണ്. അവിടെ കയറി പോകുമ്പോൾ ഇവർക്ക് കേസ് എടുക്കാനോ FIR രജിസ്റ്റർ ചെയ്യാനോ വിഷ്വൽ ചെക്ക് ചെയ്യാനോ ഇവർക്ക് താല്പര്യമില്ല. അത് നോക്കാം, ഇങ്ങനൊരു രീതിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നു. അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് വീണ്ടും പരാതിയായി പോയപ്പോൾ അത് സ്വീകരിക്കാൻ പോലീസ് തയ്യാറായത്? ആക്ച്വലി ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് FIR ഇട്ടത്. അതും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പുറകെ പോയിട്ട് ഒരു സിംഗിൾ വിഷ്വൽ മാത്രമാണ് ഞങ്ങളെ കാണിച്ചിരിക്കുന്നത്. ആ വിഷ്വലിൽ നമ്പർ പ്ലേറ്റ് ക്ലിയർ അല്ല, കാർ ഏതാണെന്ന് നമുക്ക് വളരെ വൈൽഡായിട്ട് ഗസ് ചെയ്താൽ പോലും മനസ്സിലാത്ത രീതിയിലാണ് ആ കാറിൻ്റെ വിഷ്വൽ ഇടുന്നത്. വളരെ ലോങ് ഷോട്ടിലൊരു വിഷ്വലാണ്. ബാക്കി വിഷ്വൽസ് ഇവർ നോക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു വിഷ്വൽ ഞങ്ങൾ കണ്ടിട്ടില്ല. 2 മാസം ആവാൻ പോവാണ്. ഞാൻ DGPക്ക് പരാതി കൊടുത്തു. ആദ്യം AC-ക്കാണ് പരാതി കൊടുത്തത്. 2-3 പ്രാവശ്യം AC-ക്ക് പരാതി കൊടുത്തു. പിന്നെ അതിനുശേഷം വീണ്ടും കമ്മീഷണർ ഓഫീസിൽ പോയി, DGP ഓഫീസിൽ പോയി, എല്ലായിടത്തും പോയി. അവരവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് രാത്രി സമയമാണ്, നമുക്ക് വിഷ്വലിൽ ക്ലാരിറ്റി ഇല്ല, നമ്പർ പ്ലേറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ചോദ്യം, ശരിക്കും ഒരാളെ ഇത്രയും മധ്യഭാഗത്ത് ഇത്രയും ക്യാമറകളുടെ നടുക്ക് ഇടിച്ചിട്ടിട്ട് പോയാൽ അതിന് പോലും തെളിവില്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഒരാളെ കൊന്നിട്ടാലും ഇവിടുത്തെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഒന്നെങ്കിൽ ഇത് പോലീസിൻ്റെ അനാസ്ഥയായിരിക്കാം, അവർക്ക് കണ്ടുപിടിക്കാതെ അവർ ഒഴിഞ്ഞു മാറുന്നതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ അവർ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പേടിയാവണം ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥിതിയും രീതികളും. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലെന്നാണോ ശരിക്കും പറയുന്നത്? എനിക്ക് നീതി വേണം. 2 മാസമായി ഇതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചതാണ്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി. ഇപ്പോൾ ഈ പോലീസ്, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പലപ്പോഴും അഭിപ്രായങ്ങൾ വന്നു, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, കേസ് ഇങ്ങനെയാണ് പോകുന്നത്. DGP ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായോ?
DGP ഓഫീസിൽ ഞാൻ പോയി കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഡയറക്റ്റ് DGPനെ അല്ല കണ്ട് അവിടെയുള്ള ഓഫീസേഴ്സിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് കൊടുക്കാവുന്ന മാക്സിമം പ്രഷർ ഞങ്ങൾ കൊടുക്കാം, വിളിക്കാം. പക്ഷേ ഇത്രയും അതും ഞാൻ 1 മാസം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് DGP ഓഫീസിൽ പോകുന്നത്. അതിനകത്ത് ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം മാക്സിമം പ്രഷർ ഇടാന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പിന്നീട് എന്നെ അവിടെ നിന്ന് വിളിച്ചൊന്നുമില്ല, എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചും പോയും ഒക്കെ അന്വേഷിക്കുകയാണ് ചെയ്തത്. അതല്ലല്ലോ ഇവിടെ വേണ്ടത്. ഇപ്പം നിലവിൽ എന്താണ് പോലീസ് ഈ സമയം പറയുന്നത്? ഇന്നലെയും ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഇവർ എല്ലായിടത്തും അന്വേഷിച്ചു, ക്യാമറാസ് എല്ലാം അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആ 2 മാസം മുമ്പുള്ള വിഷ്വലാണ് ഇപ്പോഴും ഞങ്ങളെ കാണിക്കുന്നത്. ഇന്നലെയും എൻ്റെ അനിയൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു സിംഗിൾ വിഷ്വലാണ് കാണിക്കുന്നത്. പറയുന്നത് എല്ലാ വിഷ്വലും പരിശോധിച്ചു എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് വളരെയധികം സംശയം ഉണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ? അതെ, അതല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും ക്യാമറകളുടെ നടുക്ക് നടന്ന ഒരു സംഭവത്തിന് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ ആർക്കാണ് ശരിക്കും നീതി കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ കൺസേണും ചോദ്യവും പേടിപ്പെടുത്തുന്ന ഒന്നാണത്. തീർച്ചയായിട്ടും അതിനൊരു നടപടി ഉണ്ടാകുന്നതുവരെ പോരാടും എന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വ്യക്തമാവുന്നത് തലസ്ഥാനത്തെ ഈ നഗരമധ്യത്തിൽ വെച്ച് ഒരാളെ ആർക്കും എങ്ങനെ വേണം കൊലപ്പെടുത്താം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എങ്ങനെ വേണം കൊലപ്പെടുത്താം, അത് പോലീസിനെ കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതുമാത്രമല്ല വേറൊരു പ്രധാന കാരണം മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ആ ഒരു കേസ് കൂടി ഈ സ്റ്റേഷൻ പരിധിയിലാണ്. അതിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും പലർക്കും പലതവണ പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും മ്യൂസിയം സ്റ്റേഷനിലെ പോലീസ് അനങ്ങുന്നില്ല എന്നുള്ളത് ഇവിടെ ഓരോ ദിവസം കൂടുന്നവരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾക്കൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറുപടിയില്ല. ഏതായാലും അധികൃതർ ഇതിനൊന്നും നടപടിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് പാളയത്ത് നിന്നും സായി സൂര്യയ്ക്കൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.